നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കറി ഐറ്റം ഒരു വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം മഴക്കാലമാണല്ലോ, കർക്കിടക മാസം കഴിഞ്ഞിട്ടില്ല. ഈ മാസം 16-ാം തീയതി ആകുമ്പോഴേ കർക്കിടകം കഴിയുള്ളൂ. അപ്പോൾ മഴക്കാലത്ത് പനി, ജലദോഷം ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കരിപ്പട്ടിക്കാപ്പി എന്ന് തിരുവനന്തപുരംകാർ പറയും, ചിലർ പനിക്കാപ്പി എന്ന് പറയും, ചിലർ മല്ലിക്കാപ്പി എന്ന് പറയും, തുളസിക്കാപ്പി എന്ന് പറയും. ഇങ്ങനെ പല പേരിൽ വിളിക്കുന്ന കരിപ്പട്ടിക്കാപ്പി അല്ലെങ്കിൽ പനിക്കാപ്പി, ഇങ്ങനെയുള്ള ഒരു കാപ്പി ഉണ്ടാക്കി അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അറിയാവുന്നവർ ദയവ് ചെയ്ത് പൊറുക്കുക. പക്ഷേ ഞാനിത് കാണിക്കുന്നത് ഈ സീസണിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ചായക്ക് പകരം ഇങ്ങനെ കരിപ്പട്ടി കാപ്പി കുടിക്കുന്ന ശീലക്കാരുണ്ടായിരുന്നു. അത് അളന്നല്ല, ഒരു കലം നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും കഴിക്കുന്നതായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോഴെല്ലാവരും ചായ, കാപ്പി അതിൻ്റെ പിറകെ ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു സാധനം അധികം ഉപയോഗിക്കാറില്ല. അപൂർവം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ള രീതിയാണ് ഈ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത് കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ചുക്ക് കാപ്പി, മരുന്ന് കാപ്പി, കരിപ്പട്ടി കാപ്പി, മല്ലിക്കാപ്പി, തുളസിക്കാപ്പി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നതാണ്. മഴക്കാലത്ത് ഉണ്ടാക്കി കുടിക്കുന്നത് പനി, ജലദോഷം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പണ്ടത്തെ കുടുംബങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, കരിപ്പട്ടി, ചുക്ക് ഒരു ചെറിയ കഷ്ണം, ഇത് കുറച്ച് കാപ്പിപ്പൊടി, ഒരു 3-4 തണ്ട് തുളസിയില, കുറച്ച് മുഴുവൻ മല്ലി, ഇത്രയും ഐറ്റംസ് ഇട്ടാണ് നമ്മൾ തിളപ്പിച്ച് കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കുന്നത്. കാണാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ടുള്ള കുടുംബങ്ങളിൽ എല്ലാവരും ചായക്ക് പകരം ഇതാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കരിപ്പട്ടി കാപ്പി അല്ലെങ്കിൽ പനിക്കാപ്പി, മല്ലിക്കാപ്പി, കുരുമുളക് കാപ്പി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴാണ് ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നൊരു ശീലം വന്നത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ കാപ്പിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കാപ്പിപ്പൊടിയാണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ഇപ്പം കടകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ മരുന്ന് കാപ്പി, ചുക്ക് കാപ്പി എന്നൊക്കെ പറഞ്ഞ് ഇത് ബോൾ രൂപത്തിൽ അങ്ങനെയും കിട്ടുന്നുണ്ട്, പിന്നെ പൗഡർ രൂപത്തിലും കിട്ടുന്നുണ്ട് പല കമ്പനികളുടെ. അത് ഇത്രയും നമ്മൾ സാധനങ്ങളൊന്നും വീട്ടിൽ വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല, എല്ലാം അതിൽ തന്നെ കാണും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചുക്ക് കാപ്പി അല്ലെങ്കിൽ കരിപ്പട്ടി കാപ്പി എന്ന് തിരുവനന്തപുരത്ത് എല്ലാവരും പറയുന്ന കരിപ്പട്ടി കാപ്പി, ചുക്ക് കാപ്പി, മരുന്ന് കാപ്പി, മല്ലിക്കാപ്പി, തുളസിയില കാപ്പി, പനിക്കാപ്പി, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കാനുള്ള സാധനങ്ങളിൽ നേരത്തെ ഞാൻ കാണിച്ച ചുക്ക് മുഴുവൻ ചുക്കാണിരുന്നു, അത് നല്ല പൊടിച്ച് വെച്ചു. പിന്നെ കുരുമുളക് ചതച്ച് വെച്ചു. പിന്നെ കാപ്പിപ്പൊടി നല്ല ശരിക്കുള്ള നമ്മുടെ എന്താ പറയുക, വറുത്ത് പൊടിക്കുന്ന കാപ്പി, അതാണ് ആ കാപ്പിയാണ്, ഇൻസ്റ്റൻ്റ് അല്ല. പിന്നെ തുളസി നേരത്തെ കാണിച്ചു. പിന്നെ കരിപ്പട്ടി പൊടിച്ചു. പിന്നെ മല്ലി മുഴുവനായിട്ട്. ഇത് ഇത്രയും ഇട്ടാണ് കരിപ്പട്ടി കാപ്പി, മരുന്ന് കാപ്പി അല്ലെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതെല്ലാം പൊടിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച് നമുക്ക് ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇട്ട് വയ്ക്കുന്ന വെള്ളം, ഒരു 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൻ്റെ അളവ് കുറയണം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ഈ ആവശ്യത്തിനുള്ള മരുന്നുകൾ ചേർത്ത്, പക്ഷേ അതിൽ ചുക്കും കുരുമുളകും അധികം ചേർത്താൽ എരിവ് കൂടുന്ന എല്ലാവർക്കും അറിയാം, പറയാതെ തന്നെ അറിയാം. അത് കണക്കാക്കി ചേർക്കുക, അവനവൻ്റെ എരിവ് കണക്കാക്കി. അതിനുശേഷം നല്ലോണം തിളപ്പിച്ച് ഇത് നമ്മൾ വച്ച വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് ഇതിൻ്റെ എല്ലാം മരുന്നുകളുടെ എല്ലാ സത്ത അതിലിറങ്ങിയതിന് ശേഷം അതിനെ അരിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ചൂടോടുകൂടി കുടിച്ചാൽ നല്ലത്. തണുത്ത് കുടിക്കണമെങ്കിൽ അങ്ങനെയാണ്. മഴക്കാലത്ത് വളരെ നല്ല, കർക്കിടക മാസത്തിൽ മഴക്കാലത്ത് കുടിക്കാൻ വളരെ നല്ലതാണ്. പണ്ട് വീടുകളിലൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇത് കുടിക്കുന്ന ശീലക്കാരുണ്ടായിരുന്നു. അത് കുറച്ചല്ല, ശരിക്കും ഒരു കാലത്തിൽ നിറച്ചുണ്ടാക്കിയിട്ട് എല്ലാ അംഗങ്ങളും കുടിക്കുമായിരുന്നു. ഒരുപക്ഷെ അവരുടെ ആരോഗ്യ രഹസ്യവും ഇതായിരുന്നിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എങ്ങനെ ഇത്
കരിപ്പെട്ടി കാപ്പി അല്ലെങ്കിൽ ചുക്ക് കാപ്പി അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കും. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്ത് ചെറിയ തീയിൽ ഇതെല്ലാം വെന്ത് ചേരാൻ വയ്ക്കും. ഇത് നമ്മുടെ പനിക്കാപ്പി, കരിപ്പെട്ടി കാപ്പി. തിരുവനന്തപുരത്ത് എല്ലാവരും കരിപ്പെട്ടി കാപ്പി എന്നാണ് പറയുന്നത്. ഇതെല്ലാം തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മളിതിനെ അരിച്ചെടുക്കും. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ്. അടപ്പിട്ട് അടച്ച് ഇനി ചെറുതീയിലിരുന്ന് ഇത് വെന്ത് കുറുകുമ്പോൾ നമ്മൾ ഇത് ചൂടായിട്ട് അരിച്ചുപയോഗിക്കും. അപ്പോൾ നമുക്കിനി കുറച്ച് സമയം ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് തിളയ്ക്കാൻ വിടണം. അത് കഴിഞ്ഞതിന് ശേഷം കാണാം എങ്ങനെയാണെന്ന്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കും. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്ത് ചെറിയ തീയിൽ ഇതെല്ലാം വെന്ത് ചേരാൻ വയ്ക്കും. ഇത് നമ്മുടെ പനിക്കാപ്പി, കരിപ്പെട്ടി കാപ്പി. തിരുവനന്തപുരത്ത് എല്ലാവരും കരിപ്പെട്ടി കാപ്പി എന്നാണ് പറയുന്നത്. ഇതെല്ലാം തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മളിതിനെ അരിച്ചെടുക്കും. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ്. അടപ്പിട്ട് അടച്ച് ഇനി ചെറുതീയിലിരുന്ന് ഇത് വെന്ത് കുറുകുമ്പോൾ നമ്മൾ ഇത് ചൂടായിട്ട് അരിച്ചുപയോഗിക്കും. അപ്പോൾ നമുക്കിനി കുറച്ച് സമയം ഒരു 10-20 മിനിറ്റെങ്കിലും ഇത് തിളയ്ക്കാൻ വിടണം. അത് കഴിഞ്ഞതിന് ശേഷം കാണാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ മല്ലിക്കാപ്പി നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ലോണം തിളയ്ക്കുകയാണ്. ഈ തിളച്ചൊന്ന് കുറുകണം. കരിപ്പെട്ടി കാപ്പി തിളച്ച് കുറുകി എല്ലാം ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം അതുമായിട്ട് നല്ല ചേരണം, വെന്ത് ചേരണം. ഈ നമ്മൾ വച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറഞ്ഞ് അത് പകുതി മുക്കാൽ ഭാഗമാകുമ്പോൾ നമുക്കിത് വാങ്ങാം. അതുവരെ ഇത് നമ്മൾ അടച്ചു വെച്ച് ഈ ചേർത്ത എല്ലാ ഐറ്റംസും നല്ല വെന്ത് അതിൻ്റെ സത്ത അതിലിറങ്ങണം. അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഞാൻ അടച്ചു വയ്ക്കുകയാണ്. നമ്മുടെ കരിപ്പെട്ടി കാപ്പി ഇളക്കി നോക്കുകയാണ്. ഏകദേശം ഞാൻ ഒരു 3/4 മണിക്കൂറോളം വച്ചു. അപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറുകിയത്. കുറുകി എല്ലാ സത്തും വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ, ഒരു 5-10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് സത്ത് ഇറങ്ങിക്കോട്ടെ. ഇപ്പോൾ കരിപ്പെട്ടി കാപ്പി നല്ല കുറുകി തിളച്ച് കുറുകി നല്ല മണം വന്നിട്ടുണ്ട്. പകുതിയായി കുറഞ്ഞു. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ടേസ്റ്റിന് വേണ്ടി കുടിക്കുന്നതല്ല, ആരോഗ്യത്തിന് വേണ്ടി കഫം, പനി, ജലദോഷം, അങ്ങനെയുള്ള മഴക്കാലം നല്ല എപ്പോഴുമുള്ള അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ വേണ്ടി കഴിക്കുന്നതാണ്. എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് കഴിച്ചുകൂടാന്ന് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പണ്ടുള്ളവരെല്ലാവരും കഴിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും കഴിക്കാം. ചായക്കും കാപ്പിക്കും പകരം ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഒറ്റ കാര്യം, കരിപ്പെട്ടി വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഈ കരിപ്പെട്ടി കാപ്പിയുടെ മിക്സ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പല മെഡിക്കൽ ഷോപ്പുകളിൽ ഇപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല നല്ല കമ്പനികളുടെ പൊടിയായിട്ടും ഉണ്ട്.
അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ വേവിച്ചപ്പോഴാണ് ഇതെല്ലാം വെന്തൊന്ന് കുറുകിയത്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി ഒന്ന് ഇതായിട്ട് അരിച്ച് കപ്പിലോട്ട് ഒഴിക്കാം. എന്നിട്ട് കാണാം. അങ്ങനെ കരിപ്പട്ടിക്കാപ്പി ഉണ്ടാക്കി. മല്ലിക്കാപ്പി, കരിപ്പട്ടിക്കാപ്പി, പനിക്കാപ്പി, എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഓരോ നാടിൻ്റെ ഭേദം അനുസരിച്ച് തയ്യാറായി കഴിഞ്ഞു. അത് പകുതിയായിട്ട് വെന്ത് എല്ലാം കുറുകിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. ശരിക്കും ഇത് ടേസ്റ്റ് അല്ല, ഹെൽത്താണ് പ്രധാനം. എന്തായാലും ഞാനിത് ഗ്ലാസ്സുകളിലോട്ട് പകരുകയാണ്. അതിനുശേഷം നമുക്ക് കാണാം. ഞാനിത് അരിച്ചൊഴിക്കുകയാണ് ഗ്ലാസ്സിലോട്ട്. എൻ്റെ കൊത്തെല്ലാം മാറ്റി അരിച്ചൊഴിക്കുക. അങ്ങനെ നമ്മുടെ കരിപ്പട്ടിക്കാപ്പി, പനിക്കാപ്പി തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂടോടുകൂടി കുടിക്കാം. മഴക്കാലത്തും അല്ലാത്ത കാലത്തും കുടിക്കാവുന്നതാണ്. പക്ഷെ കൂടുതലും മഴക്കാലത്ത് ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിക്കുന്നതാണ്. എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പക്ഷെ മലയാളികൾക്ക് ഇത് പുതിയൊരു അറിവായിരിക്കണം എന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിത് എടുത്തിട്ടതാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.